ആൻഡ് അവിടെ എത്തിച്ചേരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് പറയുമ്പോൾ എല്ലാവരും ബാരിക്കേഡ്സ് ആയിരുന്നു. They did not want protesters to reach the area of protest. That was the number one thing I noticed. Trains were diverted. The metros was stopped. കുറെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 2 കിലോമീറ്റർ നടന്നാൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ എത്താൻ പറ്റൂ. അപ്പൊ നമ്മൾക്ക് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു റൈറ്റ് ആണല്ലേ. സത്യാഗ്രഹത്തിലൂടെ അല്ലേ നമുക്ക് നമ്മുടെ ഫ്രീഡം കിട്ടിയത്. അത് തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തോണ്ട് പോവാണ് അവര്. ദാറ്റ് ഇസ് നോട്ട് ഫെയർ. ഐ ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ. അവിടെ അകത്തെത്തി ഈ പ്രൊട്ടസ്റ്റിനകത്തേക്ക് ഞാൻ ചെല്ലുന്ന ഒരു 4-5 മണിക്കൂർ എടുത്തു അവിടെ എത്താൻ എയർപോർട്ടിൽ നിന്ന്. യൂഷ്വലി 1/2 മണിക്കൂർ എടുക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ ഹോട്ടലിൽ എത്തിയപ്പോൾ 12-1 മണിയായി. 9 മണിക്കാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തത്. ഇത് കഴിഞ്ഞിട്ട് അകത്തേക്ക് പോയപ്പം രാവിലെ ഓൾറെഡി ലാത്തി ചാർജ്. നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. ഗീതാഞ്ജലി വാങ്ചുക്കിനെ ആ ട്രക്കിൽ നിന്ന് വലിച്ചയക്കാൻ നോക്കുന്നു. അഭിജിത്തിനെ കൊണ്ടുപോകുന്നു. പ്രകാശ് രാജ് ഇസ് ദേർ, ഷബാന ആസ്മി ഇസ് ഇൻ ദ ട്രക്ക്. There are lots of people in the truck. ലാത്തി ചാർജ് ലെഫ്റ്റ് റൈറ്റ് ആൻഡ് സെന്റർ, ടിയർ ഗ്യാസ്. ആ ഒരു ഏരിയ കുറച്ചു നേരം കഴിഞ്ഞ് ഞാൻ അവിടെയാണ് എത്തിപ്പെട്ടത്.